ഇന്ന് വിഷുവിന് സ്പെഷ്യലായി ഒരു അട ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ചക്കയൊക്കെ വെച്ചാണ് അട ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഈന്തപ്പഴം വെച്ചിട്ടൊരട നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: അരിപ്പൊടി, ഉപ്പ്, ചെറു ചൂടുവെള്ളം, ഈന്തപ്പഴം, ഏലക്ക, തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇലയുടെ ആയത് കാരണം നമുക്ക് വാഴയിലയും വേണം. നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചെടുക്കാം. അതിനായി ആദ്യം ഒരു നുള്ളു ഉപ്പ്, ചൂടുവെള്ളം, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവത്തിനാണ് കുഴയ്ക്കേണ്ടത്. അരിപ്പൊടി നമ്മൾ കുഴച്ചു കഴിഞ്ഞു. ഇനി ഈന്തപ്പഴവും തേങ്ങായും ഏലക്കായും കൂടി ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് നടുവിലത്തെ മിക്സ് തയ്യാറാക്കാം. ഈന്തപ്പഴവും തേങ്ങായും ഏലക്കായും കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. നല്ല മധുരമുണ്ട് ഈന്തപ്പഴം ഉള്ളത് കാരണം. നമ്മൾ ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അട പരത്താം. അട പരത്തുമ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം ചെറുതായിട്ട് ഒന്ന് തൊട്ട് കൊടുക്കണം, അത് പരത്താൻ വേണ്ടി. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആണ്, പരത്താൻ നമുക്ക് പറ്റത്തില്ല. എത്രയും കനം കുറയ്ക്കാമോ അതാണ് അത്രയും ടേസ്റ്റ് വരുന്നത്. ഇനി നടുക്ക് നമുക്ക് ഫില്ലിങ് ചേർക്കാം. ഈന്തപ്പഴവും തേങ്ങയും ഏലക്കായുമാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഗ്രൈൻഡ് ചെയ്തതാണിത്. ഇങ്ങനെയാണ് സാധാരണ അടയ്ക്ക് മടക്കുക, രണ്ട് സൈഡും ചെറുതായിട്ട്. നമ്മുടെ വിഷുവട റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ വിഷുദിന ആശംസകൾ.